അല്ലാഹു വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുകയാ, അല്ലാഹു പട്ടിണി കൊടുത്ത് പരീക്ഷിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണീര് കടന്നത് ആരെന്നറിയുവോ? അല്ലാഹുവേ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കടന്നത് ആരെന്നറിയുവോ? അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലോ. മുസ്ലിമായി പോയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ പ്രവാചകനെയും തന്റെ കുടുംബത്തെയും തന്റെ സ്വഹാബത്തിനെയും അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചരിവിൽ കൊണ്ടുപോയി പട്ടിണി കിട്ടിയിരിക്കുകയാ. എത്ര നാളാ കടന്നതെന്നറിയുവോ? 3 വർഷത്തോളം അല്ലാഹുവിന്റെ റസൂലും തന്റെ സഹാബത്തും പട്ടിണി കിടക്കുകയാ. വിശന്നിട്ട് തിന്നാനൊന്നുമില്ലാതെ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചിട്ട് തിന്നുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് തിന്നുകയാ. എന്നിട്ട് നമ്മുടെ വീട്ടിലെ ആട് കാസിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറിച്ചവര് പച്ചില പറിച്ച് തിന്നിട്ട് മൃഗങ്ങളെ കാസിക്കുന്നത് പോലെ കാസിക്കുകയാ. സഹാബത്ത് പറയുന്നുണ്ട്, ഇലയുടെ മുകളിലൂടെ നടന്നു പോയ പുഴുക്കളെ പോലും ഞങ്ങള് വിശപ്പ് കാരണം എടുത്ത് കടിച്ചിട്ടുണ്ടെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലല്ലേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത്, ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം കൊടുത്തത്? അല്ലാഹുവിന്റെ പ്രവാചകന് എന്റെ പ്രിയമുള്ളവരെ വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന്റെ തലേ ദിവസം റബീഉൽ അവ്വൽ 11 വൈകുന്നേര സമയമായി വീടിനകത്ത് രോഗം പിടിച്ചു കിടക്കുകയാ. വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീബി മാറി നിന്ന് കരയുകയാണ്. കാരണം വിളക്കിലൊടിക്കാനുള്ള എണ്ണയില്ല. ഇത് നുബൂവത്ത് തുടങ്ങിയ കാലമല്ല, വഫാത്താകുന്നതിന്റെ തലേ ദിവസമാ. വിളക്കിലൊടിക്കാൻ വീടിനകത്ത് എണ്ണയില്ല. ഇല്ലെന്ന് പ്രവാചകനോട് പറഞ്ഞാൽ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ഭാര്യ മാറി നിന്ന് കരയുകയാ. കുറെ സമയം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പിന്നെയും ചോദിക്കുന്നു, ആയിഷ എന്തേ ആയിഷ വിളക്ക് കത്തിക്കാത്തത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നേതാവിനോട് അവിടുന്ന് പറയുന്നു, നബിയേ, വിളക്കിലൊഴിക്കാനുള്ള എണ്ണ ഈ വീടിനകത്തില്ല നബിയേ. ആയിഷ ബീബി വിചാരിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കുമെന്ന് വിചാരിച്ച ആയിഷ ബീബി അതാ അല്ലാഹുവിന്റെ റസൂലിനോട് എണ്ണയില്ലെന്ന് പറയുമ്പോ അവിടെ കിടന്ന് പുഞ്ചിരിക്കുന്ന മുഖത്തോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ഒരു ദിവസം വിശക്കുന്ന വയറോട് പ്രവാചകനെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, ആയിഷ തിന്നാ വല്ലതും തരുവോ ആയിഷ? എനിക്ക് വിശക്കുന്നു ആയിഷ, അല്പം ഭക്ഷണം തരുവോ ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിശന്ന വയറോടെ വീട്ടിൽ കയറി വന്നിട്ട് ഭക്ഷണം ചോദിച്ചപ്പോ കൊടുക്കാനൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി വീട്ടില് ഭക്ഷണമില്ലെന്ന് മനസ്സിലായി. അവിടെന്ന് ചോദിക്കുന്നു, ആയിഷ കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തരുവോ? കുടിക്കാൻ അല്പം വെള്ളമെങ്കിലും തരുവോ? ആയിഷ ബീബി പൊട്ടിക്കരയുകയാ. കുടിക്കാനുള്ള പച്ചവെള്ളം പോലും ആ വീടിനകത്തില്ല. കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് റസൂലുള്ള പറയുന്നു, കരയല്ലേ ആയിഷ, ഇന്ന് ഞാൻ നോമ്പ് പിടിച്ചുകൊള്ളാം. കുടിക്കാനുള്ള പച്ചവെള്ളം പോലും ഇല്ലാത്ത ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കു ചെറുപ്പക്കാരാ. ആയിഷ ബീബി പറയുന്നുണ്ട്, ലൗകാന ഇന്ധനാ ദുഹിനർ, എന്റെ വീടിനകത്തെങ്ങാണം വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ, വിളക്കിനകത്തൊഴിക്കുന്ന എണ്ണയുണ്ടല്ലോ എന്റെ വീട്ടിലെങ്ങാണം ഉണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു എന്ന് മഹദി ആയിഷ
അതായിരുന്നു പെങ്ങള് പട്ടിണി, അതായിരുന്നു ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ പ്രവാചകൻ വയറിനകത്ത് അള്ളാന്റെ റസൂല് വിശപ്പ് സഹിക്കാൻ കഴിയാതെ 2 കല്ല് വയറ്റിൽ കെട്ടിവെച്ചിട്ട് നടന്നു പോയെന്ന് ഇന്നത്തെ യുവതലമുറയോട് പറഞ്ഞു കൊടുത്താൽ വിശ്വസിക്കാൻ മടിയാണ്. ഇതൊക്കെ ഉള്ളതാണോ ഉസ്താദ്? കല്ല് വെച്ച് കെട്ടിയാ വിശപ്പ് മാറുവോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഒരു ദിവസം അള്ളാന്റെ റസൂല് തന്റെ വീട്ടിലേക്ക് നടന്നു വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകന് പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ഫാത്തിമ ബീബിയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചലാ. കുഞ്ഞുങ്ങൾ കിടന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂല് വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടെന്ന് പറയുന്നു, മോളെ ഫാത്തിമ, മക്കള് കിടന്ന് കരയുന്നുണ്ടല്ലോ, പാല് കൊടുക്ക് ഫാത്തിമ. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കയറുകയാണ്. സഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രസംഗിക്കുകയാ. വീടിനകത്ത് കിടന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്കുമോള്, മക്കൾക്ക് പാല് കൊടുക്കുമോള്. ഒന്നാമതും പറഞ്ഞു, രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു. കരച്ചില് തീരുന്നില്ല. 3 പ്രാവശ്യം പറഞ്ഞിട്ട് കരച്ചില് തീരുന്നില്ല. അള്ളാന്റെ റസൂലിന് ദേഷ്യം വന്നു. സഹാബത്തിന്റെ ഇടയിൽ നിന്നിറങ്ങുകയാണ്. വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, ഫാത്തിമ, നീ നൊന്ത് പ്രസവിച്ച മക്കളാണല്ലോ, ഇവര് വിശന്നിട്ട് ഇവിടെ കിടന്ന് കരയുമ്പോ എന്തേ നീ പാല് കൊടുക്കാത്തത്? ഇത്രയ്ക്ക് കരുണയില്ലേ ഫാത്തിമ? അള്ളാന്റെ റസൂല് പാല് കൊടുക്കാത്തതിന്റെ പേരില് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വീടിനകത്ത് മുഖം പൊത്തിപ്പിടിച്ചിട്ടിരുന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ പൊന്നുമോള് തേങ്ങി തേങ്ങി കരയുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാത്ത കാരുണ്യത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, തന്റെ കരളിന്റെ കഷ്ടത്തിനെ ചേർത്ത് പിടിച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, എന്തേ ഫാത്തിമ കരയുന്നത്? എന്തേ ഫാത്തിമ പാല് കൊടുക്കാത്തത്? എന്തേ ഫാത്തിമ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ. എന്റെ മക്കള് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്ത് ഞാൻ അവരുടെ വായിൽ വെച്ച് കൊടുത്തു. എന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നു. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് പാല് വറ്റിപ്പോയിട്ട് മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാ. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞു പോയി. പടച്ചവരെ, 2 പിഞ്ചു കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് കരയുകയാണ്. തന്റെ പൊന്നുമോള് പാലിന് പകരം മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. എന്തു പറയണമെന്നറിയില്ല. അള്ളാന്റെ റസൂല് തലകുനിച്ച് വെച്ച് വീടിനകത്ത് നിന്നിറങ്ങുകയാണ്. റസൂലുള്ള വീടിനകത്ത് നിന്നിറങ്ങുകയാ. പടച്ചവരെ, മരുഭൂമിയിലൂടെ നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുകയാണ്. നടന്ന് അവസാനം ഒരു അറാബിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. അറാബിക്കറിയില്ല ഈ വരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന്. അറാബിക്കറിയില്ല. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, മനുഷ്യ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? അള്ളാന്റെ റസൂലിനോട് അറാബി പറയുകയാണ്, ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് എന്റെ ഈന്തപ്പന മരങ്ങളെ നനച്ചാ ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്ക ഞാൻ കൂലി തരാ. അള്ളാന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്നു. 1ാമത്തെ തൊട്ടി വെള്ളം കോരുകയാണ്. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, ഈന്തപ്പന മരം നനയ്ക്കുകയാ. 2ാമതും കോരി, 3ാമതും കോരി, 4ാമത് വെള്ളം കോരാ. തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ്, കയർ
ടയറടിഞ്ഞിട്ട് തൊട്ടി കിണറ്റിൽ വീഴുകയാണ്. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി അങ്ങ് കിണറ്റിനകത്തേക്ക് വീണുപോയി. അറാബിക്ക് ദേഷ്യം വന്നു. അള്ളാന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുടെ മുഖത്തടിക്കുകയാണ്. അള്ളാന്റെ റസൂലൊന്നും മിണ്ടിയില്ല. പ്രവാചകൻ ദേഷ്യപ്പെട്ടില്ല. കിണറ്റിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. കിണറ്റിനകത്ത് പോയ തൊട്ടി അള്ളാന്റെ റസൂൽ എടുക്കുകയാ. എന്നിട്ട് അറാബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടുന്ന് ചോദിക്കുന്നു, മനുഷ്യ എന്റെ കൂലിയൊന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. അറാബി അത്ഭുതത്തോടെ നോക്കുകയാണ്. 9 കാരക്കയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ തന്നെ തല്ലിയ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാ. എന്നിട്ട് 9 കാരക്ക കയ്യിൽ പിടിച്ചിട്ട് റസൂലുള്ള മരുഭൂമിയിലൂടെ ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് പട്ടിണി കിടക്കുന്ന 2 മക്കളുണ്ടല്ലോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, 2 പേരെയും എടുത്ത് മടിയിൽ വെച്ചു. 2 പേരെയും എടുത്ത് മടിയിൽ വെച്ചു. അധ്വാനിച്ച് കൊണ്ടുവന്ന കാരക്ക തന്നെ മക്കളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോ അല്ലാഹുവേ, 2 മക്കളും ആർത്തിയോടെ തിന്നുകയാ. പട്ടിണി കിടന്ന മക്കള് ആ കാരക്ക വല്ലാതെ സന്തോഷത്തോടെ തിന്നുകയാണ്. രക്തത്തിതാ മാരടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് മോളെ ഫാത്തിമ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ബാക്കി കാരക്ക തന്റെ പൊന്നുമോളുടെ കയ്യിൽ കൊടുക്കുകയാ. ആ സമയത്ത് പ്രവാചകൻ തന്റെ മുഖം ഇങ്ങനെ താഴ്ത്തി വെക്കുകയാ. ഫാത്തിമ ബീവി നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുഖം ചുമന്ന് തുടുത്ത് കിടക്കുകയാ. വാപ്പാന്റെ മുഖം ഇങ്ങനെ ഉയർത്തി നോക്കിയിട്ട് അതാ ഫാത്തിമ ബീവി ചോദിക്കുന്നു, ഉപ്പാ ആരാ നിങ്ങളെ തല്ലിയത്? ഉപ്പാന്റെ മുഖം ചുമന്ന് കിടക്കുന്നല്ലോ, കയ്യുടെ അടയാളമുണ്ടല്ലോ, ഉപ്പോ ആരാ തല്ലിയതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എല്ലാം പറയുകയാണ്. ഫാത്തിമ ബീവി വാപ്പ കൊടുത്ത കാരക്ക കയ്യിൽ വെച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ കരയുന്ന പൊന്നുമോള് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, നോക്കുമോളെ ഫാത്തിമ, നിന്റെ മക്കളുടെ സന്തോഷം കണ്ടോ? നിന്റെ മക്കളുടെ സന്തോഷം കണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് പട്ടിണി. ഇങ്ങനെ ഒരു പട്ടിണി അല്ലാഹ് നമുക്ക് തന്നിട്ടുണ്ടോ? അതുകൊണ്ട് നിനക്ക് പട്ടിണി അല്ലാഹു തന്നോ? നിനക്ക് വിശപ്പ് അല്ലാഹു തന്നോ? അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ പടച്ചവൻ നിനക്ക് പട്ടിണി തരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കിടന്നിട്ട് മാറിടത്തിലൂടെ രക്തം വരണമെങ്കിൽ അതെന്ത് പട്ടിണിയാണ്? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ട് സഹിച്ചില്ലത്രേ. വന്നിട്ട് ചോദിച്ചു, നബിയെ, അയ്യ നബിയെ, ഇങ്ങനെ നടക്കല്ലേ നബിയെ, ഒന്ന് പറ, 2.5 കിലോമീറ്റർ നീളമുള്ള ഈ ഉഹുദ് മല ഞാൻ സ്വർണ്ണമാക്കി തരാ നബിയെ, കൊണ്ട് നടക്കണ്ട, കൂടെ വരും നബിയെ, ഞാൻ ഈ സ്വർണ്ണ കട്ടയാക്കി തരാ നബിയെ, നിങ്ങൾ ചുമന്നോന്ന് നടക്കണ്ട, എവിടെ പോയാലും പുറകിൽ നടന്നു വരും നബിയെ. എനിക്ക് വേണ്ട ജിബ്രീൽ, എനിക്ക് വേണ്ട ജിബ്രീൽ, നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ പരീക്ഷണം അവന്റെ സമ്പത്ത് അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു സമ്പത്ത് നഷ്ടപ്പെടുത്തും. മനുഷ്യ, നിന്റെ കച്ചവടമൊക്കെ നഷ്ടപ്പെട്ടു പോയത് അല്ലാഹുവിന് നിന്നോട് ഇഷ്ടം കൂടിയത് കൊണ്ടല്ല, അത് വെറുപ്പുള്ളത് കണ്ടല്ല. 500 1000 നിരോധിച്ചപ്പോ എല്ലാരും നരേന്ദ്രമോദിയാ കുറ്റം പറയണേ. എന്തിനാ മനുഷ്യ പറയണേ? നീ എന്തിനാ ഓനെ കുറ്റം പറയണം? ഓനെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി, ആരും അയാളെ കുറ്റം പറയേണ്ട കാര്യം എന്തറിയോ? കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ല അൽ ഐൻ ഹഖ്ഖുൻ ഖാല നബിയുനാ റസൂലുള്ളാഹി. കണ്ണേറ് സത്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ചിന്തിക്ക്, 2 നിലയുള്ള ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ,
ആ പണക്കാരന്റെ വീട്ടിന്റെ മുന്നിൽ പള്ളിയിലെ കമ്മിറ്റിക്കാർ പോയിട്ട് പറയാ, ഒരു യതീമായ പെൺകുട്ടി, 10-30 വയസ്സായി, കാക്ക ഒന്ന് കെട്ടിക്കാനാ, എന്തെങ്കിലും ഒന്ന് തരുമോ? അലമാരിക്കകത്ത് 500-1000 കെട്ടുകണക്കിന് വെച്ചിട്ടുണ്ട്. 100 രൂപ എടുത്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു 500 രൂപ എടുത്ത് കൊടുത്തിട്ട് പറയും, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഒന്നുമില്ല. നമ്മളൊക്കെ പറഞ്ഞ വാക്കാ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഇതേ ഉള്ളൂ. നീ പറഞ്ഞ വാക്ക് ഹക്കായി. ഇന്ന് നിന്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം ബാങ്കിൽ കിടക്കാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ പറഞ്ഞു ആക്കിയതാ. നിന്റെ കയ്യിൽ വെച്ചിട്ട് നീ പറഞ്ഞു ഇല്ല ഇല്ല. അള്ളാഹു നിന്നെ ഇങ്ങനെ ആക്കി, ഇനിയും ഇല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹു എത്തിങ്ങാനിലാക്കി കളയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കയ്യിൽ വെച്ചിട്ടില്ല, ഹക്കാണ് സഹോദരങ്ങളെ. കണ്ണീർ ഹക്കാണ്. ഇപ്പം തന്നെ ഉദാഹരണം പറഞ്ഞ ഹദീസിന്റെ കിതാബുകൾ കാണാം. എല്ലാവരും കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് സ്വന്തം പറയാറുണ്ട്, നല്ല ഗ്ലാമറാണ്. അങ്ങനെ നീ പറയല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് നീ നിന്നെ തന്നെ വിലയിരുത്തരുത്. നിനക്ക് വലിയ ഗ്ലാമറാന്ന് നീ പറയരുത്. പറഞ്ഞാൽ ചിലപ്പോൾ നിന്റെ ഗ്ലാമർ നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കണ്ണീർ ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒട്ടകത്തിനെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ. മൊബൈൽ എടുത്ത് നോക്ക്, എല്ലാവരുടെയും പ്രൊഫൈൽ ചിത്രം എന്താ? കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കണ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 2 തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 പാപം, 2 തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2 തെറ്റുകൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ തിരുത്തുമോ മനുഷ്യന്മാരെ? തിരുത്തുവോ? തിരുത്തിയില്ലെങ്കിൽ 60ാമത്തെ വയസ്സിൽ പോകണ്ട, നീ 30-ലേ പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറവാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. തിരുത്തൂല്ലേ? തിരുത്താമെന്ന് നീയത്തിന്നവർ കൈപൊക്കിക്കേ. എല്ലാവരുടെയും വീട്ടിലുള്ള 2 തെറ്റാ. ആരും വിചാരിക്കണ്ട മലക്കുകളാണെന്ന്. വേണമെങ്കിൽ പൊക്കിയാ മതി. കാരണം നഷ്ടം നിനക്ക, വേറൊന്നില്ല. നഷ്ടം നിനക്ക. കാരണം ഹദീസിൽ കാണാം, വീട്ടുകാരൻ ആയുസ് കുറയുമെന്ന്. ഹദീസ് എങ്ങനെ? 2 പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരൻ ആയുസ് കുറയും. നിന്റെ പെണ്ണുപിള്ളയ്ക്ക് നഷ്ടമൊന്നുമില്ല, നിനക്കാ നഷ്ടമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാവരും സ്വാർത്ഥരാകുന്ന ഒരു സമയം എപ്പോഴാണെന്നറിയോ? മരിച്ചു വീട്ടിൽ പോയിട്ടില്ലേ? എല്ലാവരും മരിച്ചു വീട്ടിൽ പോയിട്ടില്ലേ? നിങ്ങൾ എന്തിപ്പോ പെണ്ണുമ്പിള്ള അടുത്ത് പിണങ്ങിയിരിക്കണം പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. പോകുമ്പോ ഇനി ഒരു കാര്യം നോക്കണം. മരിച്ച വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഈ അഹങ്കാരവും വാശിയും എല്ലാം മാറാൻ നന്നാകാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇനി മുതൽ മരിച്ച വീട്ടിൽ പോകുമ്പോൾ ഒറ്റ ഒരു കാര്യം നോക്കിയാൽ മതി. ഈ വയത് പറയണ ഞാനിപ്പോ ഇവിടെ വെച്ചങ്ങ് മരിച്ചെന്ന് സങ്കല്പിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരമനുഷ്യന്മാർ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചങ്ങ് വീണ് മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം കിട്ടുമല്ലോ. ഇതിൽ കൂടുതൽ എന്താ വേണ്ട? എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗം. ഇപ്പൊ ഇവിടെ വീണ് പോയാൽ സ്വർഗം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ മരിച്ചുപോയി, ആരെങ്കിലും എന്റെ മയ്യത്തൊന്ന് തിരുവനന്തപുരം വരെ എത്തിക്കും. അപ്പൊ ഈ സംഘാടകരും ഉസ്താദന്മാരൊക്കെ വിചാരിക്കും, നമ്മുടെ സദസ്സിൽ വെച്ച് വീണ് മരിച്ചു പോയതാലും ഒന്ന് കാണാൻ പോവാം. അങ്ങനെ ഒരു ആംബുലൻസിനകത്ത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി, എന്റെ നാട്ടിൽ കൊണ്ടുപോയി എന്റെ മയ്യത്ത് ഇങ്ങനെ വീടിനകത്ത് വെള്ള തുണിയിൽ പുതച്ച് കിടത്താം. അപ്പൊ എന്റെ ഉമ്മ അവിടെ നിന്ന് കരയും, സഹോദരങ്ങൾ കരയും, എല്ലാരും കരയുന്നുണ്ട്. മയ്യത്ത് കാണുമ്പോ കരയും. എന്റെ ഭാര്യ സുമയ്യ, അള്ളാഹുവേ, അവളെന്റെ മയ്യത്ത് കാണുമ്പോ ഇരുന്ന് കരയും. എന്ത് പറഞ്ഞിട്ടാ കരയണെന്നറിയും? ഞാൻ എന്റെ ഭാര്യയെ പറയാം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ കരുതുക. ഞാൻ നിങ്ങളെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ മയ്യത്ത് വീടിനകത്ത് ഇട്ടിരിക്കുന്നു, നിങ്ങളുടെ മയ്യത്തും വീടിനകത്ത് വെച്ചിരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ഭാര്യ കരയും. വെറുതെ അല്ല കരയണേ. ആ കരയണ സമയത്ത് ഒരു വാക്കുകൂടെ പറയും. എന്തേ പറയണേ? അറിയോ മനുഷ്യന്മാരെ? ഇല്ല. എന്തേ പറയണമെന്നറിയോ? നമ്മുടെ ഭാര്യ, എന്റെ ഭാര്യ, അവള് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറയും, അള്ളാഹുവേ, ഇനി എനിക്കും എന്റെ മക്കൾക്കോ ആരാ അല്ലാഹ് ഉള്ളത്? ഇനി എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരാ അല്ലാഹ് ഉള്ളത്? അവളുടെ കരച്ചിൽ അതിനു വേണ്ടി. ഒന്ന് ചിന്തിക്ക്. അവക്കാരൊക്കെ ഉണ്ട്? അവളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പുറപ്പുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാരും ഉണ്ട്. സത്യത്തിൽ അവള് പറയേണ്ടത് ആരാ? എന്റെ ഇക്കക്കിനി ആരാ അല്ലാഹ് ഉള്ളത്? എന്നെ കബറിലാ കൊണ്ടുവെക്കണേ, അവിടെ ആരും വരൂല. എന്റെ വാപ്പ, എന്റെ ഉമ്മ, എന്റെ കൂടെ കടന്നവൾ ആരും വരൂല, ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാം. സത്യത്തിൽ അവള് പറയേണ്ടത്, എന്റെ ഇക്കാക്കിനി ആരുണ്ട് പടച്ചവനെ എന്ന് നെഞ്ചത്തടിച്ച് കരയുന്നതിന് പകരം അവള് പറയുന്നത്, എനിക്ക് എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരുണ്ട് പടച്ചവനെ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നിങ്ങളുടെ ഭാര്യ തന്നെ പറയുള്ളൂ, വേറെ ആരും മാറ്റി പറയൂല. പറയൂ പറയൂ. ഈ ഒരു ചിന്ത മതി നന്നാകാൻ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, രണ്ടേ രണ്ട് തെറ്റുകൾ ആരുടെ ഭവനത്തിലുണ്ടോ എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ തെറ്റേതെന്നറിയുമോ? ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ ചെറുപ്പക്കാരാ, പെങ്ങളെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ പൊന്നുമോളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആയുസ് കുറയുന്ന ഒന്നാമത്തെ തെറ്റേതെന്നറിയുമോ? ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന് അത് തിന്നാനുള്ള യോഗമുണ്ടാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഹറാമായ സമ്പത്തുണ്ടല്ലോ, ഏത് വീട്ടിലാണോ മോട്ടിച്ചതും പിടിച്ചു പറിച്ചതും പലിശ കച്ചവടം നടത്തിയതും ലോട്ടറി എടുത്തിട്ട് വാരിക്കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ, മോനെ സുഖിക്കാനുള്ള യോഗം നിനക്കില്ല. എന്റെ പ്രിയമുള്ളവരെ തിരുത്തട്. ഇന്നെല്ലാവർക്കും പണമതിയല്ലോ, ഏത് വഴിയിലൂടെയും അത് സമ്പാദിക്കാൻ നെട്ടോട്ടമോടുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുമോ? ഏത് പെണ്ണെന്നറിയുമോ? രാവിലെ ജോലിക്കിറങ്ങി പോകുന്ന ഭർത്താവുണ്ടല്ലോ, രാവിലെ കുടുംബത്തെ പോറ്റാ ഭാര്യക്കും മക്കൾക്കും വല്ലതും തിന്നാൻ കൊടുക്കാറ്. പടച്ചവരെ, രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേര സമയത്ത് ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, പൈസയൊന്നും കിട്ടിയില്ല. വൈകുന്നേരം വെറും കയ്യോടെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാ തയ്യാറാ. ഞങ്ങളെ കൊണ്ട് ഹറാമിന്റെ ഭക്ഷണം തീറ്റിക്കല്ലേ, ഹറാമിന്റെ പൈസയുമായി ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് രാവിലെ ഇറങ്ങി പോകുന്ന ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണ്, അവൾ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല, ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടുള്ള ആർത്തികളെ ചെറുപ്പക്കാരാ, കൊട്ടേഷൻ പണി നടത്തുന്നവരുണ്ടല്ലോ, പണത്തിനെ പിടിച്ചു പറിക്കാൻ പോകുന്നവരുണ്ടല്ലോ, മോഷണം നടത്താൻ പോകുന്നവരുണ്ടല്ലോ. പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം അറിയുമല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് ചവിട്ടിയിരുന്ന ആ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടില്ലായിരുന്നു. ചെറുപ്പക്കാരോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയ സഹാബത്തുണ്ടല്ലോ, തന്റെ ആയുഷ്കാലം മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ സർവ്വ സമ്പത്തുകളും പടച്ചവനെ വലിച്ചെറിഞ്ഞിട്ടാ പോയത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം പറഞ്ഞു തരികയോ. പണമുണ്ടാക്കാ കൊട്ടേഷൻ നടത്തുന്നവരുണ്ടല്ലോ, ഹറാമായ വഴികൾ സ്വീകരിക്കുന്നവരുണ്ടല്ലോ, ലോട്ടറി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ, ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ കരയാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. ആരാ നടന്നു വന്നതെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന ആ ചെറുപ്പക്കാരൻ ആരായിരുന്നെന്നറിയുവോ? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. മിസ്അബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ കരയുകയാ. മിസ്അബ് ചോദിക്കുന്നു, നബിയേ, എന്തിനാ നബിയേ കരയുന്നത്? എന്നെ കണ്ടപ്പോ എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിസ്അബേ, നിന്റെ പഴയകാലം ഞാനൊന്ന് ഓർത്തുപോയി മിസ്അബേ. എന്റെ പ്രിയമുള്ളവരെ, ആരാ മിസ്അബ് എന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്അബ്. മിസ്അബ് ധരിക്കുന്നത് സ്വർണത്തിന്റെ വസ്ത്രമാ, സ്വർണത്തിന്റെ വസ്ത്രമാണ് ധരിക്കുന്നത്. സുഗന്ധം വല്ലാത്ത ഇഷ്ടമാണ്. ഒരിക്കലേ ഒരു സുഗന്ധം തേക്കൂ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകുന്നത് കാടാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. പടച്ച
പടച്ചവനെ ആ ചെറുപ്പക്കാരൻ അല്ലാഹുവേ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. മിസ്അബ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് പെറ്റ ഉമ്മാനെയായിരുന്നു. മിസ്അബിന് വല്ലാത്ത പേടിയായിരുന്നു, വല്ലാത്ത ദേഷ്യമുള്ളവളായിരുന്നു മിസ്അബിന്റെ ഉമ്മ. അവസാനം മിസ്അബ് മുസ്ലിമായെന്നറിയുമ്പോ വീടിനകത്ത് കെട്ടിയിട്ടിട്ട് പട്ടിണിക്കിട്ടിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് ചെയ്തിട്ടും മിസ്അബ് റളിയല്ലാഹു തആല ആർക്കും മടങ്ങി വരുന്നില്ല. അവസാനം എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകണമെന്ന് വീടിനകത്ത് കടന്ന് പറയുമ്പോ വീട്ടിലെ ജോലിക്കാര് മുഴുവനും വീടിനകത്തിട്ട് തല്ലിച്ചതച്ചിട്ട് ഉമ്മ പറയുന്നു ഇവനെ വലിച്ചടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയാ. വീട്ടിലെ ജോലിക്കാര് മുഴുവനും മിസ്അബ് റളിയല്ലാഹു തആല ഇവര് വലിച്ചടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ ഉമ്മ പറയുന്നു മോനെ മിസ്അബേ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂല മിസ്അബേ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറയുകയാ, എന്റെ സമ്പത്ത് എത്രയാണെന്നറിയുവോ? എനിക്ക് എത്ര കോടിയുടെ ആസ്തിയുണ്ടെന്നറിയുവോ? മക്കയുടെ പകുതിയും എന്റെതാ പൊന്നുപോലെ, മക്കയുടെ പകുതിയും എന്റെതാണ്. ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോയാ നിനക്കൊരു 5 നയാ പൈസ പോലും തരില്ലെന്ന് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല പടച്ചവനെ എഴുന്നേറ്റിട്ട് ധരിച്ചിരുന്ന കമീസ് അഴിക്കുകയാ. ഇട്ടിരുന്ന വസ്ത്രമൂരിയിട്ട് തന്റെ ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുകയാ, ഇതും എനിക്ക് വേണ്ട, ഇതും എനിക്ക് വേണ്ട. അല്ലാഹുവേ, ഉമ്മ പറയുന്നു മിസ്അബ് നീ നശിച്ചു പോകുമടാ, നീ നശിച്ചു പോകുമടാ. എന്നിട്ട് പറയും, നീ എന്നെ ഉമ്മ എന്ന് നീ വിളിക്കല്ലേ, ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാ വരല്ലേ മിസ്അബേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാ. എന്തിനാ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞതെന്നറിയുമോ? പണത്തിന്റെ പുറകെ ഓടുന്ന ഹറാമായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്ന ചെറുപ്പക്കാരാ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ഏത് വൃത്തികേടും സ്വീകരിക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞത് എന്തിനെന്നറിയുമോ? മക്കയുടെ പകുതിയും സ്വന്തമായിട്ടുണ്ടായിരുന്നോ സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാ. ഒരേ ഒരു പുതപ്പേ ഉള്ളൂ. ആ പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. ആ പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വെച്ചിരിക്കുകയാ. 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വെച്ചിരിക്കുന്ന ഒരു പുതപ്പും ഇട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പ്രവാചകനെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് ചോദിക്കുന്നു, മിസ്അബേ, ഇതെന്ത് കോലവാ മിസ്അബേ, ഇതെന്ത് കോലവാ മിസ്അബേ. യാ റസൂലല്ലാഹ്, ഓരോ സ്ഥലം കീറുമ്പോഴും തയ്ക്കാവല്ലാത്ത സന്തോഷവാരബിയേ. ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയോ? മരിക്കുമ്പോ സ്വർഗം കാണാനാ നബിയേ. എനിക്ക് നാളെ സ്വർഗത്തിലെ വസ്ത്രം ധരിക്കണം നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിലെ യുദ്ധം കഴിഞ്ഞു. സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാ. ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മയ്യത്ത് കൊണ്ടുവച്ചു. ആരുടെ മയ്യത്തെന്നറിയുമോ? മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്താണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? മിസ്അബിനെ എന്തേ കഫൻ പൊതിയാത്തത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, കഫൻ തുണി തികയുന്നില്ല നബിയേ. മിസ്അബിനെ പൊതിയാ തുണിയില്ല നബിയേ. മിസ്അബിന്റെ മയ്യത്ത് പൊതിയാ തുണിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ തലമറയ്ക്കുമ്പോ 2 കാല് വെളിയിൽ കിടക്കുകയാ. കാല് മറച്ചാ തല വെളിയിൽ കിടക്കുകയാ. പുതയ്ക്കാ തുണിയില്ല, കഫൻ പൊതിയാ തുണിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തലമറച്ചിട്ട് കഫൻ പൊതിയാ. എന്റെ പ്രിയമുള്ളവരെ, കഫൻ പൊതിഞ്ഞ് കഴിയുമ്പോ മിസ്അബ് എന്ന ചെറുപ്പക്കാരന്റെ
രണ്ട് കാല് വെളിയിൽ കിടക്കുകയാ. അള്ളാന്റെ റസൂല് പറഞ്ഞു പുല്ല് പറിച്ചു കൊണ്ടുവരാ. സഹാബത്ത് പോയി പുല്ല് പറിച്ചു കൊണ്ടുവന്നു. മിസ്അബിന്റെ രണ്ട് കാലിലും പുല്ല് വെച്ച് കെട്ടികെട്ട് മയ്യത്ത് പൊതിയുകയാ. നമസ്കാരം കഴിഞ്ഞു. ജനാസ ഖബറിനകത്തേക്ക് ഇറക്കുമ്പോ സുബ്ഹാനല്ലാഹ് കാലിൽ കെട്ടിവെച്ചിരുന്ന പുല്ലങ്ങടിഞ്ഞ് വീഴുകയാ. എല്ലാരും ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. അല്ലാഹുവേ, റസൂലുള്ള ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. മയ്യത്ത് കയ്യിൽ പിടിച്ചിട്ട് സഹാബത്തിരുന്ന് കരയുകയാണ്. എല്ലാരും കരയുന്നത് കണ്ടപ്പോ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബാ, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം സഹാബാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട്, മോളെ, മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്നറിയുവോ? വമിനന്നാസി മയ്യസിരി നഫ്സഹു ബുതിഗാ മർളാതില്ലാഹ് വല്ലാഹു റഊഫുർ ബിൽ ഇബാദ്. മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട്, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതിനു വേണ്ടി പരിശ്രമിക്കുക പൊന്നുമോനെ. ഹറാമായ സമ്പത്ത് വേണ്ട മോനെ. നിന്റെ ആയുസ് അല്ലാഹു കുറച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ രണ്ടാമത്തെ പാപമേതെന്നറിയുമോ? ആയുസ് കുറച്ച് കളയുന്ന, ആയുസ് കുറച്ച് കളയുന്ന രണ്ടാമത്തെ തെറ്റേതെന്നറിയുമോ? ആരുടെ വീട്ടിലാണോ വ്യഭിചാരമുള്ളത്, ആരുടെ വീട്ടിലാണോ വ്യഭിചാരമുള്ളത്, ആ വീടിന്റെ ഉടമയ്ക്ക് ആയുസ് കുറയുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഏതെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണ് വിളിക്കുമ്പോ അവൾക്ക് തിന്നിട്ട് എല്ലിനകത്ത് കയറിയിട്ട് അവക്ക് കിടന്നിട്ടുറക്കം വരാതെ നിന്നെ വിളിക്കുമ്പോ ഓടിച്ചെല്ലുന്ന ചെറുപ്പക്കാരാ, നിന്റെ ആയുസാടാ കുറയുന്നത്, നിന്റെ ആയുസാ മോനെ കുറയുന്നത്. നിന്റെ ഭാര്യയെയും മക്കളെയും കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ളവന്റെ ഭാര്യയുടെ മുന്നിലേക്ക് കടന്നു ചൊല്ലുമ്പോ, മോനെ, സുഖിക്കാൻ പോകുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയും മക്കളും വിധവയും എത്തിയുമായി പോകും പൊന്നുപോരെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. കണ്ണിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ചെവിയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? ഹറാമായ സംസാരം കേൾക്കൽ നിന്റെ ചെവിയുടെ വ്യഭിചാരമാ ചെറുപ്പക്കാരാ. പാതിരാത്രി ഫോൺ എടുത്തിട്ട് നിന്റെ കാമുകിയോട് സംസാരിക്കുന്നവനാണല്ലോ മണിയറ രഹസ്യങ്ങൾ പോലും പരസ്യപ്പെടുത്തുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പെണ്ണേ, അത് നിന്റെ നാവിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് കൈയുടെ വ്യഭിചാരമാ. ബസിനകത്തിരുന്നിട്ട്, അതാ കല്യാണ വീട്ടിലിരുന്നിട്ട്, ജനങ്ങൾ കൂടുന്നതിന്റെ ഇടയിലിരുന്നിട്ട് പെണ്ണുങ്ങളുടെ ശരീരത്ത് പിടിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുവോ? ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ? ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ? കാഷ്ടം തിന്നുകൊണ്ട് കിടക്കുന്ന പന്നിയുണ്ടല്ലോ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന പന്നിയുണ്ടല്ലോ, അത് കാഷ്ടത്തിൽ കിടക്കുന്ന സമയത്ത് ആ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാണ് ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാളും നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തൊന്ന് തൊടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടായ അവളെ തൊടുന്നതിനേക്കാളും പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലതെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം പന്നിയെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ 7 വെള്ളത്തിൽ കഴുകിയ ശുദ്ധിയാകും. പെണ്ണിന്റെ ശരീരത്തൊട്ടാലെ പോയി. എന്റെ പ്രിയമുള്ളവരെ, കണ്ണിന്റെ വിചാരം അന്യ പെണ്ണിനെ കാണലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിനെ കാണൽ, ഹറാമുകൾ കാണൽ. ഇന്നത്തെ കാലത്ത് ആരായാലും ഈ പെണ്ണുങ്ങളൊക്കെ എഴുന്നള്ളത്തിന് വരുന്ന ആന വരുന്നത് പോലെ വന്ന ആരായാലും നോക്കിപ്പോകും. ഞാനാണെങ്കിലും നോക്കിപ്പോകും. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കെതിരെ ഒരു പെണ്ണ് വന്ന ഏതൊരു മനുഷ്യനും നോക്കിപ്പോകും. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ നോട്ടം ജായിസാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാനിങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് വരുന്നു, സ്വാഭാവികമായിട്ടൊന്നു നോക്കി അപ്പോഴേ കണ്ടതാഴ്ത്തി കളയണം. ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണെന്ന് പറഞ്ഞിട്ട് 1.5 നോട്ടം നോക്കിയേക്കില്ല. അങ്ങനെ ഉണ്ടല്ലോ ചിലത്. ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് തരുന്ന 3ാമത്തെ പരീക്ഷണം, അള്ളാഹു അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ട് പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, 4ാമത്തെ പരീക്ഷണം ഏതെന്നറിയുമോ? അല്ലാഹു മാരക രോഗം കൊടുത്തിട്ട് പരീക്ഷിക്കുകയാ. പടച്ചവനെ ക്യാൻസർ കൊടുക്കുകയാണ്, ട്യൂമർ കൊടുക്കുകയാണ്, കിഡ്നികൾ തകർന്നിട്ട് ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ കൊടുക്കുകയാണ്, കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്താറുള്ള അവസ്ഥ കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു രോഗം തരുന്നത് ഇഷ്ടം കൂടിയത് കൊണ്ടാ, വെറുപ്പുള്ളത് കൊണ്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, നീ ഒരിക്കലും അല്ലാഹുവിനെ കുറ്റപ്പെടുത്തല്ലേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു രോഗം തരുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടാ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുന്നവരാണല്ലോ. അയ്യൂബ് നബിയുടെ ചരിത്രം അറിയുമല്ലോ. അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ പോലും അസൂയ തോന്നുകയാ. പടച്ചവനെ, 81 വർഷക്കാലം ദുഃഖം എന്താണ്, ദുരിതം എന്താണ്, വേദന എന്താണെന്നറിയാതെ 81 വർഷക്കാലം അയ്യൂബ് നബി സുഖിച്ച് ജീവിക്കുകയാ. എന്നിട്ടും അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നത് കണ്ടപ്പോ മലക്കുകൾ മുഴുവനും അയ്യൂബ് നബിക്ക് സലാം പറയുന്നത് കേൾക്കുമ്പോ ശൈത്താൻ അല്ലാഹുവിനോട് പറയുന്നു, അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അയ്യൂബ് നിനക്ക് ശുക്ർ ചെയ്യുന്നത്. ഒരു പരീക്ഷണം കൊടുത്താ അയ്യൂബ് നബി നിന്നെ മറക്കുമല്ലോ. അല്ലാഹു പറയുന്നു, ശപിക്കപ്പെട്ടവര് അയ്യൂബ് എന്നെ മറക്കില്ലടോ. എത്ര വലിയ വേദന കൊടുത്താലും അയ്യൂബ് നബി എന്നെ മറക്കൂല. ഇല്ല പടച്ചവര്, നീ പരീക്ഷണം കൊടുത്താൽ അയ്യൂബ് നിന്നെ മറക്കുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹു പരീക്ഷണം കൊടുക്കുകയോ. ഒരൊറ്റ രാത്രി വെളുക്കുമ്പോ അയ്യൂബ് നബിയുടെ കൊട്ടാരങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാണ്. തന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെടുകയാണ്. തന്റെ ഭാര്യമാരും മക്കളിലും ചിലരൊക്കെ മരണപ്പെടുകയോ. അപ്പോഴും അയ്യൂബ് നബി പറയുന്നു, അൽഹംദുലില്ലാഹ്. എന്നിട്ടും അല്ലാഹുവിനെ സ്തുതിക്കുകയാ. അല്ലാഹു വീണ്ടും ഒരു പരീക്ഷണം കൊടുക്കുകയാ. ലോകത്ത് ഒരു മനുഷ്യനും കൊടുക്കാത്ത രോഗമാണ് അയ്യൂബ് നബിക്ക് അല്ലാഹു കൊടുത്തത്. പടച്ചവരെ, ശരീരം മുഴുവനും പഴുക്കുകയാണ്. അയ്യൂബ് നബിയുടെ ശരീരം മുഴുവനും പഴുക്കുകയാ. ദുർഗന്ധം അടിച്ച് വീശുകയാണ്. അതാ രോഗം പടരുമെന്ന് കരുതിയിട്ട് നാട്ടുകാർ മുഴുവനും അയ്യൂബ് നബിയെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാ. ഒരേ ഒരു ഭാര്യ മാത്രം അയ്യൂബ് നബിയുടെ കൂടെ നടക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരം മുഴുവനും പഴുത്തെളിഞ്ഞിട്ട് പടച്ചവരെ, മാംസം ഇങ്ങനെ താഴേക്ക് വീഴുകയാ. ശരീരത്ത് നിന്ന് മാംസം താഴേക്ക് വീഴുകയാണ്. കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഭാര്യ അടുത്ത് ചെന്നിട്ട് പറയുന്നു, നബിയേ, നിങ്ങൾ പ്രവാചകനാണല്ലോ, നിങ്ങൾ ദുആ ചെയ്താ അല്ലാഹു സ്വീകരിക്കുമല്ലോ. ഈ രോഗമൊന്നു മാറ്റിത്തരാ. ദുആ ചെയ്താൽ ആ കൈ താഴ്ത്തുന്നതിന് മുമ്പേ അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റിത്തരുമല്ലോ. എന്തിനാ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആ സമയത്ത് അയ്യൂബ് നബി തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, പെണ്ണേ, അല്ലാഹു എനിക്ക് 81 കൊല്ലം എനിക്ക് അല്ലാഹു സന്തോഷം തന്നു. എന്തിനാ തന്നതെന്ന് ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല. ഇന്ന് ചെറിയ ഒരു പരീക്ഷണം അല്ല എനിക്ക് തന്നപ്പോ റബ്ബിനോട് പരാതി പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഈ അവസ്ഥയിൽ അയ്യൂബ് നബി നടന്നത് എത്ര കൊല്ലമാണെന്നറിയുവോ ചെറുപ്പക്കാരോ? തലവേദന വരുമ്പോ, പനി വരുമ്പോ, നടുവേദന വരുമ്പോ, എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ പരാതി പറയുന്ന പെങ്ങളെ,
18 കൊല്ലവാ മോളെ ഇതുപോലെ നടന്നത്. ശരീരം മുഴുവനും പുഴുത്തളിന്നിട്ട് റബ്ബേ മാംസങ്ങള് താഴെ വീട്, എഴുതേക്കാൻ കഴിയാതെ നടക്കാൻ കഴിയാതെ നാട്ടുകാര് മുഴുവനും പടച്ചവരെ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്താക്കി അയ്യൂബ് നബി 18 കൊല്ലം നടന്നു. ഒരിക്കൽ പോലും അല്ലാ എന്റെ രോഗമൊന്നു മാറ്റിത്താ അല്ലാ, എന്റെ രോഗമൊന്നു മാറ്റിത്താ അല്ലാ. ഒരിക്കൽ പോലും അല്ലാഹുവിനോട് ദുആ ചെയ്തില്ല. അവസാനം ഒരു ദിവസം എന്റെ പ്രിയമുള്ളവര് ശപിക്കപ്പെട്ട ശൈത്താൻ നോക്കുമ്പോ അയ്യൂബ് നബി ഇരുന്ന് കരയുകയാ. ശൈത്താൻ വിചാരിച്ചു അയ്യൂബ് നബി തോറ്റുപോയെന്ന്. അടുത്ത് ചെന്ന് നോക്കുമ്പോ അയ്യൂബ് നബി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. എന്തേ ദുആ ചെയ്തതെന്നറിയുവോ? അല്ലാഹുവേ 18 കൊല്ലമായല്ല ഇതുപോലെ നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ എനിക്ക് പരാതിയില്ലല്ലോ. എനിക്ക് നിന്നോടൊരു പരാതിയുമില്ല പടച്ചവരെ. ഇന്നലെ വരെ എനിക്കൊരു സുബ്ഹാനല്ലാഹ് പറയാ, ഒരു അൽഹംദുലില്ലാ പറയാ എന്റെ നാവിനെ കൊണ്ട് കഴിയുമായിരുന്നല്ലോ. പക്ഷേ ഇന്ന് കഴിയുന്നില്ല റബ്ബേ. വേദന കാരണം എന്റെ നാവ് കൊണ്ട് ഒരു അൽഹംദുലില്ലാ പറയാ കഴിയുന്നില്ല. അതുകൊണ്ട് റബ്ബേ വൈനി മസനിയല്ലറു അന്ത അർഹമുർ റാഹിമീൻ. അപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്റെ ഈ നാവിലെ രോഗമൊന്നു മാറ്റിത്താ അല്ലാ. എന്നിട്ട് പോലും പടച്ചവനോട് എന്റെ ശരീരത്തിലെ രോഗം മാറ്റിത്തരാ ദുആ ചെയ്തില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു രോഗം തരുന്നത് അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. 5ാമത്തെ പരീക്ഷണമേതെന്നറിയുവോ? അല്ലാഹു നിന്റെ കൃഷിയിടങ്ങളെ നശിപ്പിക്കുകയോ. 6ാമത്തെ പരീക്ഷണമേതെന്നറിയുവോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന 6ാമത്തെ പരീക്ഷണം നിന്റെ മക്കളുടെ മയ്യത്ത് നിന്നെ കൊണ്ട് തന്നെ കുളിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ റസൂൽ എത്ര മക്കളെയാ കബറടക്കിയതെന്ന് ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് ചെറുപ്പക്കാരോ. 7 മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാട്. അല്ലാഹുവേ, 7 മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ഇതുപോലെ ഒരു വാപ്പയുണ്ടോ? ലോകത്ത് ഇതുപോലെ ഒരു പരീക്ഷണ മാർഗെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകരെ ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. ബദരീങ്ങളെ ഇഷ്ടപ്പെടാത്തവരില്ലല്ലോ. 313 സഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്ത് വിജയിച്ചിട്ട് റസൂലുള്ള സന്തോഷത്തോടെ നടന്നു വരികയോ. വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവരെ വീടിനകത്ത് കിടന്ന് കരയുകയാണ്. ആയിഷ ബീവി വീടിനകത്ത് കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ആയിഷ, എന്തേ ആയിഷ കരയുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, നബിയേ റുഖിയ മോള് പോയി നബിയേ. ബദർ യുദ്ധം ജയിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന പ്രവാചകരോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, റുഖിയ മോള് പോയി നബിയേ, കബറടക്കാൻ കൊണ്ടുപോയിരിക്കുകയാ. ജന്നത്തിൽ ബഖീലേക്ക് മയ്യത്ത് കൊണ്ടുപോയി നബിയേ, ഒന്നോടിപ്പോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് ജന്നത്തിൽ ബഖീലേക്ക് ഓടുകയാണ്. ബദർ യുദ്ധം കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വന്ന പ്രവാചകർ പടച്ചവരെ ജന്നത്തിൽ ബഖീലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് എല്ലാവരും മണ്ണ് വാരിയിടുകയാ. തന്റെ പൊന്നുമോളുടെ മയ്യത്തിന്റെ മുകളിലേക്ക് എല്ലാവരും പിടിമണ്ണ് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാ. ഒന്ന് കാണാ പോലെ കഴിഞ്ഞില്ലല്ലോ. അവസാനമായി തന്റെ പൊന്നുമോളെ ഒന്ന് കാണാൻ എന്റെ പ്രിയമുള്ളവരെ, ഏത് മാതാവിനാ സഹിക്കാൻ കഴിയുക? ഏത് പിതാവിനാ സഹിക്കാൻ കഴിയുക? മക്കള് മരിച്ചു പോയാ ആരെയെങ്കിലും കൊണ്ട് താകാൻ കഴിയുവോ? എന്റെ പ്രിയമുള്ളവരെ,
അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന 6ാമത്തെ പരീക്ഷണം അവന്റെ മക്കളെ മരിപ്പിച്ചിട്ട് അവരെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അങ്ങനെ അവസ്ഥയെത്തിട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പടച്ചവരെ, രാവിലെ കബളിൽ ഉമ്മ തന്നിട്ട് ചിരിക്കുന്ന മുഖത്തോടെ ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവെക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലോ. ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങിയ മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ അല്ലാഹുവേ പിടിമണ്ണ് വാരിയിടേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലോ. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ 1ാമത്തെ താക്കീത്, 1ാമത്തെ മുന്നറിയിപ്പ്, നീ നിന്റെ വിശ്വാസം ശരിയാക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പണത്തിനോടുള്ള ആർത്തിയൊക്കെ കള, സമ്പത്തിനോടുള്ള ആർത്തികളൊക്കെ കള, എന്നിട്ടൊരു മനുഷ്യനായി ജീവിക്കാൻ പഠിക്കുക. അഹങ്കാരവും വാശിയൊക്കെ കള. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞ 2ാമത്തെ താക്കീത് എന്നറിയ ഒരു താക്കീത് കൂടെ ഞാൻ പറഞ്ഞു നിർത്താൻ വിശദീകരിക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ തലേ ദിവസം അല്ലാഹുവിന്റെ റസൂൽ രോഗം പിടിച്ചു കിടക്കെ പെട്ടെന്ന് ബോധം തിരിച്ചു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയെ വിളിച്ചു. ആയിഷ ബീവി ഓടി ചെന്നപ്പോ പറഞ്ഞു, 7 ദിർഹം ഇന്ന സ്ഥലത്തിരിക്കുന്നു, 7 ദിർഹം ഇന്ന സ്ഥലത്തിരിക്കുന്നു, എടുത്തുകൊണ്ടുവാ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ 7 ദിർഹം എടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. പ്രവാചകൻ കയ്യിൽ വെച്ചിട്ട് കരയാൻ തുടങ്ങി. 7 ദിർഹം തന്റെ കയ്യിൽ വെച്ചിട്ട് കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ, പോയില്ലേ ആയിഷ, ഈ 7 ദിർഹം എന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ എന്റെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാകുമല്ലോ എന്ന് ഓർത്തു കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇത് നീ കൊണ്ടുപോയി സദഖ കൊടുക്കാൻ പറഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുസാഫഹത്തൊന്നുമില്ല. മുസാഫഹത്തൊക്കെ വലിയ വലിയ ഉസ്താദന്മാര്, ഞാനൊരു പാവപ്പെട്ടവനാ, മുത്തഅല്ലിമ. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരുന്നു. നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഒരു നല്ല സദഖ അതിനകത്തേക്ക് ഇട്ടോ, പ്രതിഫലം പറഞ്ഞ ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ മക്കളെ, നമ്മളെ ഒന്നും ഇല്ലടേ ചങ്ങായിമാരെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒന്ന് കൈയിട്ട്, ഞാൻ നിർത്തുകയാണ്. 50 കൊല്ലത്തെ പാപം പൊറുക്കണ ഒരു സൂറത്ത് ഓതി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതൂലേ? ഇൻഷാ അല്ലാഹ് ഓതൂലേ? പ്രതിഫലം കേട്ടിട്ട് ഓതിയാൽ മതി. പ്രതിഫലം കേട്ടിട്ട് നിയ്യത്ത് ചെയ്താൽ മതി. ഇങ്ങോട്ട് നോക്കൂ. 1ാമത്തെ പ്രതിഫലം, അവന്റെ 50 കൊല്ലത്തെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2ാമത്തെ പ്രതിഫലം, എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഓർമ്മ അവനുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3ാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കാണുന്നവൻ പോലും കൊതിക്കും, എനിക്ക് ഇതുപോലൊരു മരണം തരണേ എന്ന് ദുആ ചെയ്യും. അല്ലാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ, നിന്റെ മയ്യത്ത് കാണാൻ ഒരുത്തൻ, നമ്മുടെ മയ്യത്ത് കാണാൻ വരുന്നവൻ അള്ളാഹിനോട് പറയും, അല്ലാഹ് എനിക്ക് ഇതുപോലെ തരണേ എന്ന് ദുആ ചെയ്യും. അല്ലാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ പ്രതിഫലം, അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ 4 പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഓതാമെന്ന നിയ്യത്ത് ചെയ്യുന്നവര് കൈവക്കും. ഈ 4 പ്രതിഫലം കൈവക്കാത്തവനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഓനെ ഞാൻ തിരുത്താനൊന്നുമില്ല. കാരണം 1, 50 കൊല്ലത്തെ പാപം. 2, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള പ്രതിഫലം. 3, മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മുഖത്ത് പ്രകാശമുണ്ടാകും. 4, സ്വർഗം നിർബന്ധം. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ബക്കറ്റിൽ പൈസ ഇട്ടോ. ഇട്ടോ മനുഷ്യന്മാരെ, ഇട്ടവർക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു നിർത്തി. എന്തായാലും വിഷയം തീരൂല. പക്ഷേ ഈ ബക്കറ്റ് മുന്നിൽ വന്നപ്പോ 1 രൂപയെങ്കിലും ഇട്ടവർക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റും കൂടി ഇരുന്നൂടെ? ഒരു 15 മിനിറ്റും കൂടെ.
ഇരിക്കോ? പറമനുഷ്യന്മാരെ ഇരിക്കോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ വീട്ടിലിരുന്ന 7 ദിർഹം പോലും എടുത്തിട്ട് അതും സദക്ക ചെയ്തിട്ട് ഒന്നുമില്ലാതെ ആ പ്രവാചകന് വഫാത്താവുന്ന അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി തങ്ങൾ രോഗം പിടിച്ചിട്ട് വീടിനകത്ത് തളർന്നു കിടക്ക. പെട്ടെന്ന് രോഗം കൂടി മരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ. ചിലർക്ക് എത്ര രോഗമുള്ളവരാണെങ്കിലും പെട്ടെന്ന് രോഗമൊക്കെ ഒന്ന് കുറഞ്ഞ് സമാധാനമായി നിൽക്കും. എല്ലാവരും വിചാരിക്കും രോഗമൊക്കെ കുറഞ്ഞ് റെഡിയായെന്ന്. പക്ഷെ പെട്ടെന്ന് കൂടിയിട്ട് മരിച്ചു പോകും. അള്ളാഹുവിന്റെ റസൂലിന് രോഗം കുറവായിരുന്നു, പക്ഷെ പെട്ടെന്ന് രോഗം കൂടി, ബോധം നഷ്ടപ്പെട്ടു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു സൈഡിൽ ഇരുന്ന് കരയുന്നു, ഫാത്തിമ ബീവി ഒരു സൈഡിൽ ഇരുന്ന് കരയുക. രണ്ടുപേരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ ഒന്ന് വാതിൽ തുറക്കൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ ഒന്ന് വാതിൽ തുറക്കൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, സംസാരിക്കാൻ കഴിയില്ല, നിങ്ങൾ പോയിട്ട് പിന്നെ വാ. വിളിച്ചു പറഞ്ഞു. കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും അതേ മനുഷ്യൻ തന്നെ സലാം പറഞ്ഞു. അപ്പോഴിതേപോലെ വിളിച്ചു പറഞ്ഞു. മൂന്നാമതും അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കവാടത്തിൽ സലാം പറയുന്ന ശബ്ദം കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരാ ഫാത്തിമ സലാം പറയുന്നേ? ആരാ ഫാത്തിമ സലാം പറയുന്നേ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ കവാടത്തിലൂടെ നോക്കിയിട്ട് പറഞ്ഞു, വാപ്പാ, ആ മനുഷ്യനെ കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ, ഇന്ന് വരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ആ മനുഷ്യൻ ഈ നാട്ടുകാരനല്ല, കണ്ടിട്ട് വല്ലാതെ പേടി തോന്നുന്നു എന്ന് പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വാതിൽ തുറക്കു ഫാത്തിമ. ആരാ വന്നതെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. എന്റെ പ്രിയമുള്ളവരെ, അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന അസ്റായീലിനെ കണ്ടിട്ട് ഫാത്തിമ ബീവി പോലും പേടിച്ചു പോയതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് കടന്നു വന്നു. റസൂലുള്ളാഹി ചോദിക്കുന്നു, എന്തേ അസ്റായീലേ, എന്നെ കാണാൻ വന്നതാണോ? അല്ല നബിയെ, റൂഹ് പിടിക്കാൻ വന്നതാണ്. അങ്ങനെ വാദം തന്ന റൂഹ് പിടിക്കാൻ വന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് റൂഹ് പിടിക്കാനുള്ള അനുമതി കൊടുക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ തള്ളവിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, വേദന സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാന്റെ റസൂലിന് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. വല്ലാത്ത വേദനയാ, സഹിക്കാൻ കഴിയാതെ വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്റായീൽ ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്റായീൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂല് സങ്കടത്തോടെ പറയുമ്പോ അസ്റായീൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരവിയേ, എന്റെ കൈ കൊണ്ട് ഞാൻ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട്. ചോര കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും എന്റെ കൈ കൊണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. പക്ഷേ ഇന്ന് എന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. കാരണം ഇതിനെക്കാലം മയമായിട്ട് എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ പ്രവാചകൻ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുകയാണ്. ഭാര്യ ഓടി വന്നിട്ട് തന്റെ ഭർത്താവിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തുടയ്ക്കുകയാ. ശരീരം മുഴുവനും വിയർക്കുകയാണ്. റസൂലുള്ളാഹി ചാടി എഴുന്നേൽക്കുന്നുണ്ട്, പിന്നെയും കിടക്കുന്നുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. കാരണം വല്ലാത്ത വേദനയാണ്. തന്റെ ഭർത്താവിനെ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് ആയിഷ എന്ന 18 വയസ്സുകാരി തന്റെ ഭർത്താവിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് അവിടെന്ന് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസകറാ, ഇന്നലിൽ മൗതി ലസകറാ,
മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ, തയ്യാറെടുക്കണേ ആയിഷ, മരണത്തിന് വേണ്ടി ഒരുങ്ങണേ ആയിഷ, മരണത്തിന് വേണ്ടി ഒരുങ്ങണേ ആയിഷ. മരണസമയത്ത് അല്ലാഹു നിന്നോട് കരുണ കാണിക്കാൻ റബ്ബിനോട് ദുആ ചെയ്യണേ ആയിഷ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് ഒന്നേ പറയാറുള്ളൂ, എന്നാലും ഒരു ദിവസം ഞാനും നിങ്ങളും പോകേണ്ടവരാ. ആ പോകുന്ന പോക്ക് നല്ല പോക്കാക്കണേ ചെറുപ്പക്കാരാ. ഒരു നല്ല മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മരണമെന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് പൊന്നുമോരെ. ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാ ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, മരണവേദന സഹിക്കാൻ കഴിയാതെ ചാടി എഴുന്നേൽക്കുകയാ. റസൂലുള്ള എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നെഞ്ചത്ത് ചാരിയിരിക്കുകയാ. ആ സമയത്ത് റബ്ബേ, റസൂലുള്ളാഹിയുടെ വീടിനകത്തേക്ക് ഒരു സഹാബി കടന്നു വരികയാ. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു സഹാബി കടന്നു വരികയാണ്. പ്രവാചകൻ ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. കാലനക്കാൻ കഴിയുന്നില്ലോ, റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കി. ആ സഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുകയാ. ആയിഷ ബീവിക്ക് മനസ്സിലായി തന്റെ ഭർത്താവിന് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടെന്ന്. ആയിഷ ബീവി ആ മനുഷ്യനടുത്തേക്ക് വിളിക്കുകയാണ്. മിസ്വാക്ക് വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. പക്ഷേ റസൂലുള്ളാഹിന്റെ കൈ ഉയരുന്നില്ല, പല്ല് തേക്കാൻ കൈ ഉയരുന്നില്ല. ആയിഷ ബീവി ആ മിസ്വാക്ക് എടുത്തു പല്ലിൽ വെച്ചിട്ട് ചവയ്ക്കുകയാണ്. എന്നിട്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ. എങ്ങനെയാ തേച്ചു കൊടുത്തതെന്നറിയുവോ? കൊച്ചു കുഞ്ഞുങ്ങളുടെ പല്ല് ഉമ്മ തേച്ചു കൊടുക്കുന്നത് പോലെ 18 വയസ്സുകാരി തന്റെ ഭർത്താവിനെ ഇങ്ങനെ നെഞ്ചത്ത് ചേർത്തിരുത്തിയിട്ട് ഭർത്താവിന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ. റബ്ബേ, പല്ല് തേച്ചു കഴിഞ്ഞു, റൂഹ് പിടിച്ച് അരയുടെ ഭാഗമെത്തി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് മഹാനായ ഉസാമ, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാണ് ഉസാമ റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹി ഇങ്ങനെ ആയിഷ ബീവിയുടെ നെഞ്ചത്ത് ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ഈ പൊന്നുമോൻ ഇങ്ങനെ കടന്നു വരുമ്പോ, ഉസാമ റളിയല്ലാഹു തആല അൻഹു വീടിനകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ചലിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൈ ഉയർത്തുകയാണ്. റസൂലുള്ള രണ്ട് കൈയും ഇങ്ങനെ ചെറുതായിട്ട് ഉയർത്തിയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആംഗ്യം കാണിക്കുന്നു. മോനെ ഉസാമ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യൂ ഉസാമ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോനോട് രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, എന്റെ മരണവേദന അല്ലാഹു ഒന്ന് കുറച്ചു തരാ. അല്ലാഹു എന്നോടൊന്ന് കരുണ കാണിക്കാ. ദുആ ചെയ്യണേ ഉസാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞു പോയതെങ്കിൽ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, നമ്മുടെ മരണമെന്ന് സങ്കല്പിക്കുന്നത് നല്ലതോ? കണ്ണുകൊണ്ട് കാണുന്നത് പാപമോ? ചെവി കൊണ്ട് കേൾക്കുന്നത് പാപമോ? നാവ് കൊണ്ട് പറയുന്നത് പാപമോ? കൈ കൊണ്ട് പിടിക്കുന്നത് പാപമോ? കാലുകൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കോ? ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമോ? ഓരോ ദിവസവും കോടാരി കോടി അപരാധം ചെയ്ത കൊടും പാപികളല്ലേ ഞാനും നിങ്ങളും. നമ്മുടെ മരണം എങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ. നമ്മളൊക്കെ മൃഗത്തെ അറക്കുന്നത് കാണുന്നവരല്ലേ? കോഴി അറക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ഒന്നുകിയ മൃഗത്തെ അറക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എല്ലാ മൃഗങ്ങളും മരിക്കുന്ന സമയത്ത് കയ്യും കാലും ഇട്ടടിക്കുമല്ലോ. എന്തേ
മനുഷ്യൻ അടിക്കാത്തതെന്നറിയുവോ? മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കയ്യും കാലും ഇട്ടടിക്കാറില്ല. കാരണം എന്തെന്നറിയുവോ? 250 മലക്കുകൾ വലത് ഭാഗത്ത് നിൽക്കുകയാണ്. 250 മലക്കുകൾ ഇടത് ഭാഗത്ത്, 500 മലക്കുകൾ നമ്മുടെ കയ്യും കാലും ഇങ്ങനെ പിടിച്ചു വെക്കുകയാ. റബ്ബേ, അല്ലാഹുവേ, നമ്മൾ കയ്യും കാലും മരണവേദന സഹിക്കാൻ കഴിയാതെ കൈകാല് പൊക്കിയിട്ടടിക്കാതിരിക്കാ പടച്ചവനെ 500 മലക്കുകൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാ. 500 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെച്ചിരിക്കുകയാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ, ചിലരൊക്കെ മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ടാകും. മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം നടത്തിയിട്ടും മരിക്കുന്നവരുണ്ടല്ലോ. എല്ലാ അഹങ്കാരവും തീരുന്ന ദിവസമാ മോനെ, നിന്റെ എല്ലാം അവസാനിക്കുന്ന ദിവസമൊന്ന് ചിന്തിക്ക്. അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാ, മരണം വരാറുണ്ട് മോനെ, അതിന് വല്ലാത്ത വേദനയാ. പെങ്ങളെപ്പോഴും നമ്മുടെ ഉമ്മ എപ്പോഴും പറയാറുണ്ട്, മരണവേദനയുടെ വേദനയും എന്താ പ്രസവിച്ചതെന്ന്. പ്രസവത്തിന് ഇത്ര വേദനയുണ്ടെങ്കിൽ മരണത്തിന് എത്ര വേദനയാ പെങ്ങളെ. അല്ലാഹുവേ, പടച്ചവരെ, ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ അല്ലാ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ പടച്ചവരെ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ഈ സദസ്സ് അതിനൊരു സബബാക്കണേ അല്ലാ.